റൈറ്റ് ഹാൻഡ് തലയിൽ വെക്കുക. ഇനി ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ റൗണ്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് ഓക്കെ, നിർത്തരുത്. അതിനോടൊപ്പം റൈറ്റ് ഹാൻഡ് തലയിലിട്ട് അടിക്കുക. രണ്ടും ഒന്ന് ചെയ്യണം. വയറ്റിലിട്ട് അടിക്കരുത്, നേരെ വയറ്റിൽ അടിക്കുക. ഗോവയിലെ ബെസ്റ്റ് എൻട്രൻസ് ആയിരിക്കും ഇത്. നോക്ക്, ഇവിടുന്ന് നേരെയുള്ള വ്യൂ നോക്ക്. മിക്കവാറും ട്രെയിൻ പോലെ ആവാനാണ് എയർബിഎൻബി സാധ്യത 3 ദിവസം. അപ്പൊ എയർബിഎൻബി എങ്ങനെയുണ്ടെന്നാണ് ഇന്നത്തെ അടുത്ത സിറ്റുവേഷൻ അറിയേണ്ടത്. വെൽക്കം ടു ഗോവ. ഭയങ്കര ഡസ്റ്റിയാണ്. നിങ്ങൾ ഈ കാണുന്ന ചെടികളുടെ കളേഴ്സ് ഒക്കെ കണ്ടായി, ബ്രൗൺ. അത് ഇവിടുത്തെ പൊടി പറഞ്ഞിട്ടുള്ള പച്ചപ്പില്ല, കംപ്ലീറ്റ് ബ്രൗൺ ലുക്കാ. ഫുൾ ഗോവ ഞങ്ങളിപ്പോ വന്ന മൊത്തം റൂട്ട്. ഇത് ആക്ച്വലി അസഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉള്ള ഒരു വില്ല കോംപ്ലക്സ് പോലെയാണ്. ആൻഡ് സ്വിമ്മിംഗ് അന്ന് പൂളുണ്ട് കേട്ടാ, ജക്കൂസി ഉണ്ട്. ആൻഡ് ഇവിടെ എങ്ങാണ്ടാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പൊ പൂളിന്റെ അടുത്ത് നിർത്തിക്കോ, ഒതുക്കിക്കോ. എയർബിഎൻബി ഇതാണ്. ഞാൻ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എയർബിഎൻബി ടൂർ ചെയ്യാവേ. പൊളിക്കും കേട്ടാ. മേരിയാനെ കിട്ടില്ല അന്തൂന്. ബെഡ്റൂം അത്രയും സെറ്റാ. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബെഡ്റൂം. നിങ്ങൾക്ക് വേണ്ടിയല്ല, അന്തൂന് വേണ്ടി. അതാ പറഞ്ഞ അത് നോക്കി. ഞാൻ ആക്ച്വലി എയർബിഎൻബി ബുക്ക് ചെയ്തപ്പോഴേ ആദ്യത്തെ ഫിൽറ്ററിൽ ഇട്ടതാ, ഹോട്ട് ടബ് അല്ലെങ്കിൽ ബാത്ത് ടബ് അല്ലെങ്കിൽ ജക്കൂസി. അതല്ലാത്തിലും ഉണ്ടല്ലോ. ഇത് റൂം അന്തു എടുക്കും, അതാണ് ഡൗട്ട്. അതെന്താ? ഇല്ല, അത് വെറും ഹോട്ട് ബാത്ത് ടബാ. ഇപ്പുറത്ത് നോക്ക്. രണ്ട് റൂമാണ്. ഞാൻ മേളിൽ നിന്ന് കാണിച്ചു തരാം. ഇത് സാധാരണ പോലെയല്ല, കാരണം ഞങ്ങൾ ആദ്യമേ മേളിൽ നിന്ന് തുടങ്ങുന്നത്. സോ ഇതൊരു വലിയൊരു ബെഡ്റൂം ഉണ്ട്. എല്ലായിടത്തും AC ഉണ്ട്. ആൻഡ് നല്ലൊരു എസ്തെറ്റിക്സ് ആണ്. ഭയങ്കര ഒരു മോഡേൺ ആയിട്ട്, ഗോവൻ ടൈപ്പ് ഒന്നുമല്ല, മോഡേൺ ആയിട്ടുള്ള എസ്തെറ്റിക്സ്. ആൻഡ് ദെൻ ഇവിടെ ഒരു നോർമൽ ബാത്റൂം, ഹാൻഡ് വാഷും എല്ലാം വെച്ചിട്ടുണ്ട്. കാർപ്പറ്റ് ഇട്ട ടോയ്ലറ്റും എല്ലാം ഉണ്ട്. സോ അത് നല്ല സെറ്റ്. വെള്ളവും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് ഇത് ഹോട്ട് ടബാണ്. നല്ല ജക്കൂസി ആയിട്ടുള്ള ഹോട്ട് ടബ് ഉണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ ഇത് ഇവിടെ ഒരു ലൗഞ്ച് ചെയറും ഉണ്ട്. ആ വെള്ളം കളയണേ. പിന്നെ അടുത്ത റൂം, ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഏരിയ, ഐ മീൻ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ഇവിടെയും AC ഉണ്ട്. പിന്നെ ഈ റൂമാണ് എനിക്ക് തോന്നുന്നു മാസ്റ്റർ ബെഡ്റൂം. സോ വലിയ ഒരു എന്താ പറയുന്നത്, അവിടെ പഴയ കേരള കട്ടിലൊക്കെ പോലത്തെ ഒരു കട്ടിൽ. ഭയങ്കര ആർട്ടിസ്റ്റിക് ആണ് കേട്ടോ. പെയിൻറ്റിങ് ആണെങ്കിലും മിറേഴ്സ് ആണെങ്കിലും ഒക്കെ ഭംഗിയുണ്ട്. വാർഡ്രോബ് ആൻഡ് ഒരു ഹ്യൂജ് ബാത്റൂം വിത്ത് ഷാൻഡ്ലിയർ ആയിരുന്നു. നമുക്ക് ഷാൻഡ്ലിയർ ഒക്കെ വെച്ച് വലിയ ബാത്ത് ടബ്, എന്തൊരു വലിയ വാഷ് ബേസിനാണ്. ആൻഡ് ദെൻ ഇവിടെ ഒരു ക്ലോസറ്റ് ഒക്കെ. എവറിത്തിങ് ഇസ് ക്ലീൻ ആൻഡ് നൈസ് ആൻഡ് അടിപൊളിയായിട്ടില്ലേ, ഒരു ലക്ഷറി സെറ്റപ്പ് പോലെയല്ലേ ഇത്. നോക്ക്, എന്തൊരു ബാത്റൂം ഇത്, വാൾ ഡിസൈൻസും പാറ്റേൺസ് ഒക്കെ. സോ ഇതാണ് മുകളിലത്തെ ഒരു സെറ്റപ്പ്. ആൻഡ് അടിയിലത്തെ ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ എയർബിഎൻബിയുടെ. ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അത് പഴയ ബിൽഡിങ്ങിൻ്റെയാണ്. പക്ഷേ കൂളിങ്ങും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഇത് ഇരിക്കാൻ മെയിനായിട്ട് ഇഷ്ടം മാതിരി സ്ഥലമുണ്ട് കണ്ടോ. പിന്നെ ഈ ഒരു ഹാളിന് വേണ്ടി തന്നെ 2 AC വെച്ചിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, പഴയതുണ്ട്, അത് വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. അല്ല, അത് ഡ്രയറാട്ടോ. ഡ്രയറും ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഓപ്പൺ ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ വലിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇത് 3 ദിവസത്തേക്ക് 6 പേർക്ക് ഒരു 35,000 വരുന്നത്. സോ ഒരു പെർ ഹെഡ് പെർ കപ്പിള് 12,000 റുപ്പീസിൻ്റെ അടുത്ത് 3 ദിവസം. സോ ദാറ്റ് ഇസ് ആക്ച്വലി ക്വൈറ്റ് ഓക്കെ. അത്യാവശ്യം നല്ല ലൊക്കേഷനുമാണ്. വണ്ടി ഉണ്ടെങ്കിൽ, വണ്ടി ഇല്ലെങ്കിൽ ഇവിടെ പറ്റില്ല. സോ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതൊക്കെ നോക്ക്, കംപ്ലീറ്റ് ഒരു സെലിബ്രിറ്റി വാള് പോലെ ഒന്ന് ഓക്കെ ആയി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. സോ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് നല്ല ബീച്ച് കഫേസിലും നല്ല ഭക്ഷണങ്ങളും നല്ല കാഴ്ചകളും കുറേ തമാശയൊക്കെ ആയിട്ട് ഇന്നത്തെ ഡേ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാൻ. എന്തായാലും ലുക്കിംഗ് ക്വൈറ്റ് നൈസ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ. നല്ല വെതറും ഗോവയിൽ. സൺസെറ്റ് കഴിയും കേട്ടോ. ഗോവയിലെത്തിയിട്ട് ഫസ്റ്റ് സൺസെറ്റ് മിസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട്
എന്നിട്ട് വാ പോവാ. ബാ വാ, വാ, വാ. ബാ. അവരെവിടെ? അവര് കേറിയ വണ്ടിയിൽ ഓൾറെഡി. അന്തു മെരീനെ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കണം കേട്ടോ. ആ ഫുൾ ഡേ സെറ്റ് ആയിട്ട് നടക്കുന്നത്. ആരേറ്റവും ബാക്കിലിരിക്കുന്നത്? ഗോവയിലെ റോഡ്സ് ഉണ്ടല്ലോ, ഈ മെയിൻ ഏരിയ അല്ലാതെ കുറച്ച് ഉള്ളിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാലിയാണ്. എപ്പോൾ വന്നാലും എത്ര സീസണിൽ വന്നാലും സാധാരണ ഈ ഒരു ഏരിയ കാലി. ഈ അസാഗോ എന്ന് പറയുന്ന ഒരു പുതിയ ഡെവലപ്പിംഗ് ഏരിയ ആണ്. കുറച്ച് നല്ല കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഒരു 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആൻഡ് അഫോർഡബിൾ സ്റ്റേസും ഉണ്ട് ഇവിടെ. ഇപ്പൊ പോകുന്ന സ്ഥലത്തിന്റെ റെക്കമെൻഡേഷൻ പ്രിയയുടെ ആണ് കേട്ടാ. പ്രിയ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോവാണ്. മോശമായി കഴിഞ്ഞാൽ എല്ലാരും പ്രിയനെ പിടിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല. ബില്ല് വേണം, അപ്പൊ നമ്മൾ മോശം പറയില്ല. അങ്ങനെയാണെങ്കിൽ എത്ര മോശം ഫുഡ് ആണെങ്കിലും ഞങ്ങൾ നല്ലതെന്ന് പറയും. അതെ അതെ പ്രിയ ധൈര്യത്തോടെ ബില്ല്. ആ കാർഡ് എനിക്ക് തന്നാ മതി, ഞാൻ വെക്കാം. ഭയങ്കര ഉള്ളിലേക്കാണ് ഈ ഒരു സ്ഥലം. പണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഭയങ്കരമായിട്ട് ഡ്രഗ്സിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് വിഷയം വന്നിട്ട് എന്തോ പൂട്ടിയതാണ് കേളീസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ആയിരുന്നു. ഇപ്പം ഞാൻ കേട്ട പുതുക്കി അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ടെന്നാണ്. എന്തായാലും എല്ലാത്തിന്റെ ഉത്തരവാദി പ്രിയയാണ്. അതെ 2, 3 ഗൈസ്, വെൽക്കം ടു കേളീസ്. എന്തൊരു എൻട്രൻസ് അല്ലേ. മേ ബി ഗോവയിലെ ബെസ്റ്റ് എൻട്രൻസ് ആയിരിക്കും ഇത്. ഓക്കെ, ഇവിടുന്ന് നേരെയുള്ള വ്യൂ നോക്ക്, ഒരു രക്ഷയില്ല അല്ലേ. ഓ ദിസ് പ്ലേസ് ഹസ് ബിക്കം അമേസിങ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. നോക്ക്, ബാലി ഫീൽ ഇല്ലല്ലേ പോകുന്ന അല്ലേ. ഒരു ബാലിയിലെ ഒരു ബീച്ച് ക്ലബിലേക്കൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇത് ഇത്ര അടിപൊളിയെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഭയങ്കര രസമായിട്ടുണ്ട് ഈ ഒരു എൻട്രൻസ്. കയറുമ്പോൾ തന്നെ ഒരു ഓലയൊക്കെ ഇട്ട ഷാക്കാണ്. വലിയ സംഭവം അതൊന്നും തോന്നുന്നില്ല അകത്ത്. പക്ഷെ മേളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ വാട്ട്സ് ദ സെറ്റപ്പ് എന്നുള്ളത്. ആൻഡ് ഇത് രാത്രി ആയാലും ഇവിടെ ഭയങ്കര ലൈവാണ്. സാധാരണ ഒരു കഫേ പോലെ അല്ല ഇവിടെ. ഇങ്ങനെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അവിടെ കൗച്ച് കഫേസ് ഒക്കെ ഉണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ മൊത്തമായിട്ട് ഇരിക്കാനായിട്ട്. ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് ഏറ്റവും ഡിമാൻഡ്. ബീച്ച് സൈഡിൽ ഉള്ള ഒരു കൗച്ചസ് പോലെ. പിന്നെ ഇതുപോലെ ബീൻ ബാഗ്സ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. ഒരുപാട് ഇതിന്റെ മേളിലുള്ള സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. ദിസ് പ്ലേസ് ഇസ് റിയലി കൂൾ. ശരിക്കും ഒരു ബാലി ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ട്. വെളിയിൽ പോയി ഇരിക്കണ്ടേ? ഇരുത്താന്ന് പറഞ്ഞോ? ഓക്കെ, അപ്പൊ വെയിൽ കഴിഞ്ഞിട്ട് അവിടെ പോവാം. ഇവരുടെ ബാറ്റർ ഫ്രൈഡ് സ്ക്വിഡ് ആണ്. പക്ഷെ അത് സാധാരണ ബാറ്റർ അല്ല, ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ട്. എന്തിന്റെയാ വല്ല ഐഡിയ? ജിഞ്ചർ സ്ക്വിഡാ, ജിഞ്ചർ ബാറ്റർ ഫ്രൈഡ് സ്ക്വിഡ്. ഇവിടുത്തെ ടോപ്പ് സെല്ലിംഗ് ഐറ്റം ആണ്. അത് നല്ലതെന്ന് പറഞ്ഞു. ഇത് ഇവരുടെ ചില്ലി പോർക്ക്. ഇതൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അല്ലേ. ഇത് ഭയങ്കര ഫ്ലേവർ ഉണ്ട്. നിങ്ങൾ മസ്റ്റ് ഓർഡർ ആണ് കേളീസ് പറഞ്ഞു കഴിഞ്ഞാൽ. ബാറ്റർ ഫ്രൈഡ് സ്ക്വിഡ് ഒരു ഉമ്മാമി ഫ്ലേവർ ഒക്കെയാണ്. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പോർക്കിൽ നല്ല വലിയ ഫാറ്റി പീസസ് ആണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല പോർക്കിന്റെ. ഞങ്ങളൊരു കലമാറി ഓർഡർ ചെയ്ത് നേരെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. സൺസെറ്റ് ഇപ്പൊ കഴിയും. സൺസെറ്റ് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താന്ന് ആലോചിക്കണം. എന്താ ഇവിടെ എത്ര മണി വരെ കാണും? 7 വരെ. എന്നിട്ട് പയ്യൻ മാറാം ഡിന്നറിന്. എന്ത് രസം നോക്കി ഇവരുടെ ഫ്രെയിം നോക്ക്. രാത്രിയാകുമ്പോ എന്ത് രസമാണെന്നുണ്ട്. എസ്പെഷ്യലി ഇതിന്റെ കേളീസിന്റെ ബാക്കിൽ നിന്ന് ബ്ലൂ ലൈറ്റ് അടിച്ച് വെള്ളം മൊത്തം ഏകദേശം ആ കളർ ആവുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സ്ഥലം ഇരിക്കാനും നിൽക്കാനും. സർവീസും മോശമൊന്നുമല്ല, റേറ്റും വലിയ കൂടുതലൊന്നും അല്ല. ഇനി അടുത്ത ഫുഡ് സ്ഥലത്ത് പോകണം. സ്നാക്സ് കുറവാ. ആ അതെന്താ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സ്ഥലം കാണിക്കുന്നത്? കുറവാ. ഫുഡിന് നോർമൽ. ആ നല്ലതാ. ഇന്ന് രാത്രി അപ്പം പൊറോട്ട. ഓ ഇവിടെ ഇപ്പൊ എല്ലാരും ചലഞ്ചാണ്. പ്രിയയുടെ ചലഞ്ചാ. സബ്സ്ക്രൈബേഴ്സ് ചെയ്യോ നോക്ക്. പറ. ആദ്യമേ മറ്റേത് കാണിക്ക്. ഓക്കെ, പിന്നെ ഇത് സ്റ്റെപ്പ് കയറി പോണം. പിന്നെ ഏറ്റവും ഇത് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാ. ബ്രെയിൻ കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യണേന്ന് അറിയാൻ. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് വയറിൽ വെക്കുക. എല്ലാരും ലെഫ്റ്റ് ഹാൻഡ് വയറിൽ വെക്കുക. റൈറ്റ് ഹാൻഡ് തലയിൽ വെക്കുക. ഇനി ലെഫ്റ്റ്
റൊട്ടേറ്റ് ചെയ്യാ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, നിർത്തരുത്. അതിനോടൊപ്പം റൈറ്റ് ഹാൻഡ് തലയിലിട്ട് അടിക്കുക. രണ്ടും ഒന്ന് ചെയ്യണം. വയറ്റിലിട്ട് അടിക്കരുത്, നേരെ വയറ്റിൽ അടിക്കുക. സ്പീഡ് ചെയ്യണം. ഇവര് അടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൗണ്ട്, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ അടിക്കണം. മീട്ട ഇത് പ്രാക്ടീസാ. ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതെന്താ എന്തായിരുന്നു? സായിപ്പ് ടോണി എങ്ങനെ സായിപ്പ് ടോണി ചെയ്താ ടങ് ട്വിസ്റ്റ്. ടോണി ആയിട്ടില്ല. മറ്റേ മീറ്റർ മനസ്സിൽ പറയണം, എന്റെ ഭർത്താവിന് ഇങ്ങനത്തെ കൊറേ കഴിവുകളുണ്ടത്. അതൊക്കെ പറ്റും. പിരികൊക്കെ എല്ലാവർക്കും അനക്കാം. അതൊന്നും വലിയ കാര്യമല്ല പ്രിയ, അതൊക്കെ പ്രാക്ടീസാ. അതൊന്നും വലിയ കാര്യമല്ല. നമ്മള് ഡാൻസ് പഠിക്കാത്തോണ്ടാ. കണ്ണനക്കാൻ പറ്റുമോ? എനിക്ക് പറ്റും. എനിക്ക് പറ്റില്ല. കോർഡിനേഷൻ, അതെ പറ്റില്ല. ബ്രെയിൻ കോർഡിനേഷൻ ആണ്. ബാത്റൂം ഒക്കെ ക്ലീൻ ആയല്ലോ, ഭയങ്കര ക്ലീൻ ആയി. ഓക്കെ, ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചേരം എവിടെയെങ്കിലും നടന്നിട്ട് പോയി കഴിക്കാം. ഇന്ന് അത് മാത്രമേ നടക്കുള്ളൂ. കഴിക്കുക, നടന്നില്ല, കഴിക്കുക, അടുത്ത സ്ഥലത്ത് പോയി കഴിക്കുക, പിന്നെ അടുത്ത സ്ഥലത്ത് പോയി കഴിക്കുക. എന്തിനാണ് ഗോവ? ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇറങ്ങിയപ്പോ ഒരു ഫ്ലീ മാർക്കറ്റ് പോലെ സെറ്റപ്പ്. അപ്പൊ പിന്നെ നടത്തോ ആവും, എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതും ആവും അല്ലേ. മിക്കാറും ഒന്നും വാങ്ങില്ല, ജസ്റ്റ് നോക്കിയാനാ വന്നേ. അത് കണ്ടോണ്ടാണെന്ന് നടന്ന മാതിരി തോന്നൂല. ഇവിടെ ശരിക്കും ഒരു വെനസ്ഡേ ഫ്ലീ മാർക്കറ്റ് ഉണ്ട്, പക്ഷെ അതല്ല, എനിക്കൊന്ന് അതിന്റെ ഒരു ചെറിയ ഫ്ലീ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ അഞ്ജുന ബീച്ചിന്റെ ഫ്ലീ മാർക്കറ്റ് ആണെന്ന് തോന്നുന്നത്. സോ കുറച്ച് ഡ്രസ്സുകൾ, ജ്വല്ലറീസ്, യൂഷ്വൽ ഗോവൻ തിങ്, കോഡ് സെറ്റ്സ്. ഇത് ലാസ്റ്റ് എത്തുന്നില്ല കേട്ടാ, ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒട്ടും ലാസ്റ്റിംഗ് അല്ല കോഡ് സെറ്റ്സ് ഒക്കെ. ആണ് പ്രിയ അന്ന് മാല വാങ്ങിയെന്ന് തോന്നുന്നു കേട്ടാ. ഇങ്ങനത്തെ സെയിം അല്ല വാങ്ങിയത്. ഇവിടെ ഉണ്ട് കൊറേ. ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് കളക്ഷൻ ഇൻ ഗോവ. ഇതൊക്കെ നല്ലതാണ് ഇടുമെങ്കിൽ. പിന്നെ എവിടെ ഇടും? ആരും മാൽഡീവ്സിൽ ആരും പോകുന്നു. എപ്പോ 2, 5, 10 വർഷം കഴിഞ്ഞിട്ട്? നല്ലതൊക്കെയാ. ജൂട്ട് അതാ ഡിഫറെന്റാ. ഇതിന്റെ ബ്ലാക്ക് കൊള്ളാം. എവിടെ കോമൺ? പക്ഷെ ആ ബ്ലാക്കിലാണ് ആ ജൂട്ട് നന്നായി അറിയുന്നത്. ഇത് കണ്ട ആ ജൂട്ടിന്റെ എംബ്രോയിഡറി വർക്ക് ബ്ലാക്കിൽ നന്നായി അറിയുന്നുണ്ട്. പക്ഷെ ബ്ലൂ ബീച്ചില് പിങ്ക് ഭയങ്കര ഭംഗിയായിരിക്കും. നമ്മള് മോൾഡീവ്സിലും പോവാൻ പോകുന്നില്ല എന്റെ പ്രിയ. മതി എന്തേ. ഇത് സാധാരണ ഒരു റെഡ് ഡ്രസ്. പക്ഷെ നല്ലതാ. അവരങ്ങ് പോയി. പക്ഷെ അവര് നടക്കും, നമ്മള് വാങ്ങും. അവര് വെറുതെ നടക്കും, നമ്മള് വാങ്ങും. കൊറേ ഉണ്ട് കേട്ടോ, അങ്ങ് അറ്റം വരെ ഉണ്ട്. അല്ല, വെനസ്ഡേ മാർക്കറ്റ് ഇതല്ല. വെനസ്ഡേ മാർക്കറ്റ് ഓർമ്മയുണ്ടോ? നമ്മള് ഡാഡിയൊക്കെ ആയിട്ട് വന്നപ്പോ രാത്രി അവിടെ കഫേയും ലൈവ് മ്യൂസിക്കും എല്ലാം ഉണ്ട്. അതിന്റെ വീഡിയോ ഇന്ത്യയിൽ ഉണ്ടോന്ന് അറിയില്ല. ഭയങ്കര വൈബാ. സൺസെറ്റ് ടൈമിലാ, ഈവനിങ് കഴിയുമ്പോ അടയ്ക്കും തോന്നുന്നു. അല്ലല്ല, ഇതിങ്ങനെയല്ല, ബീച്ചിലത്. ഒരു വൈബ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സ്ട്രീറ്റ് സൈഡില് ബാറ്, ശരിക്കും ഒരു ചെറിയ മിനി ഫുക്കറ്റും പോലെയൊക്കെ അവർ വെച്ചിരിക്കുന്നത്. ഷോപ്പിങ്ങും ഫുഡിനും പാർക്കിംഗ്. ടൂറിസ്റ്റ് ഇല്ല, എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇന്ന് റിപ്പബ്ലിക് ഡേയും കൂടിയാ, എന്നിട്ടും തിരക്കില്ല. അത്രയും എനിക്ക് തോന്നുന്നു ഗോവ ആക്ച്വലി ഭയങ്കര ഡൗൺ ആയി കേട്ടാ. ഭയങ്കര ഡൗൺ ആയി ഗോവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മതി കേട്ടാ, അവര് വെറുതെ അല്ല തിരിച്ച് നടന്നു പോയത്. അവരൊക്കെ കാറിൽ വെയിറ്റ് ചെയ്യുക. ഇത് കൊള്ളാം. ഇത് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ പോലത്തെ ഒരു അതുപോലെ ഉണ്ട്. പക്ഷെ ബ്രാൻഡിന്റെ പേര് പൊട്ടയാ. ബിഗ് ബുള്ള് അതായിരിക്കും, എന്നെ ആയിരിക്കും മിക്കവാറും. കുഴപ്പമില്ല കേട്ടാ.
നല്ലതാ. 4 ഡ്രസ്സായി ഗോവയിൽ അപ്പൊ വെറുതെ ഒരു കാര്യമില്ല അതിൽ ഇറങ്ങണ്ടേ. നിങ്ങളാണ് നടക്കണം എന്ന് പറഞ്ഞാൽ നടന്നില്ലല്ലോ. അത് ഞാൻ നടന്ന് എങ്ങനെയാ? നിങ്ങൾ നടക്കും എന്നിട്ട് ഞാൻ വാങ്ങും. മതിയാട്ടാ, വിട്ടാട്ടാ, നേരെ കാറിലേക്ക് വിട്ടാ. ഒരു കാര്യമില്ലായിരുന്നു. ഈ ഡ്രസ്സൊക്കെ ഇനി ഇടുവോ? ഇല്ല. വീട്ടിൽ ചെന്നിട്ട് ഇനി മറ്റേത് ത്രിഫ്റ്റ് വീഡിയോ ചെയ്യാനുണ്ട്, ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ്, പ്രിയയുടെ വാർഡ്രോബ് അറേഞ്ച്മെന്റ്. അത് ഒഴിച്ചാലേ ഇത് വെക്കാൻ പറ്റുള്ളൂ. നമ്മള് പോകുന്ന എല്ലാ സ്ഥലവും കാലിയായിട്ടുള്ള റോഡ്സ് ആയിരിക്കും. ഒരു പ്രേതാലയത്തിൽ പോകുന്ന പോലത്തെ ഫീലിംഗാ. ഫുഡിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കും. അതെ, ഈ ആംബിയൻസ് രാത്രി വന്നത് ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. ഇന്ത്യൻ ഫുഡ് നല്ലത് കിട്ടും എന്ന് പറഞ്ഞ് വന്നതാണ്. ഒരു പഴയ വില്ല എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ പേര് ജാമുൺ ആണ്. ഇവിടെ സ്പെഷ്യൽ ജാമുൺ ഡ്രിങ്ക്സും ഉണ്ട്. ആംബിയൻസ് നോക്ക്, ഫുള്ളാണോ? ആംബിയൻസ് ഫുള്ളായിരിക്കും. റിസർവേഷൻ വേണം. ഇന്റീരിയർ കണ്ടായിരുന്നാ? ഒന്ന് കയറിയ റൂം നോക്കിക്കേ. പിന്നെന്താ? അല്ല ഇതല്ല, നേരെ കയറി ലെഫ്റ്റ് നോക്ക്. നല്ലതല്ലേ? എന്തിലും ഭയങ്കര ഭംഗിയാ. ഞാൻ കണ്ടു, ലൈറ്റ്സ് ഒക്കെ കണ്ടു. ആ ലൈറ്റ്സ് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ അകത്താണ്. ഭയങ്കര സെറ്റിംഗ്, ഒരു രക്ഷയില്ല. ഹോൾസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഡൈനിങ് ഏരിയാസ് ആണെങ്കിലും ഇത് നോക്ക്, ഈ ഒരു സെറ്റിംഗ്. നമ്മൾ വെളി വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഗാർഡൻ സ്പേസ് ഉണ്ട്. നോക്ക് എന്ത് വലുതാന്ന്. ഞാൻ ഇവിടെ വന്ന് നമുക്ക് ഔട്ട്ഡോറിൽ ഇരുന്ന് ഒരു ജംഗിളിനൊക്കെ ഇടയിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കാം. ആൻഡ് കംപ്ലീറ്റ് ഇവർ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നത് എന്താ അറിയോ? ജാമുന്റെ കളർ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയല്ലേ? അതെന്താന്നറിയോ? ജാമുന്റെ കളറാണ് കൊടുത്തിരിക്കുന്നത് മൊത്തം. മതിലിന്റെ കളർ കണ്ട? രാവിലെ നല്ല ഫീൽ ആയിരിക്കും, പക്ഷെ രാത്രി വേറെ ലെവലാ. വെരി നൈസ്. തരും, വെയിറ്റ് ചെയ്യ. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് എന്തായാലും കിട്ടും. ഉണ്ടോ പാരീസിൽ ഇതൊക്കെ? എന്തുണ്ട്? എത്ര കൊടുക്കണം? പൈസ അങ്ങ് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ഇത് കിട്ടും വേണം. ഗോവ വരണം സത്യം. ടേബിള് കിട്ടി. ഇനി എല്ലാരും ഒരു പൊളിയുണ്ട്. പ്രിയ മാനിഫെസ്റ്റ് ചെയ്ത ഒന്നും കഴിക്കത്തില്ല, ആംബിയൻസ് എൻജോയ്. ഭയങ്കര ഞങ്ങൾക്ക് ഇവിടെ കഴിക്കണം ഭയങ്കര ആഗ്രഹം. ഞാൻ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ആംബിയൻസ്. പറഞ്ഞതേ ഉള്ളൂ, വെളിയിലും കൂടെ കിട്ടിയ ഗോവയുടെ കറക്റ്റ് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. ഈ ടേബിൾ തന്നെ എന്റെ മനസ്സിൽ അത്രയും റിസർവേഷൻ ഉണ്ടായിരുന്നു. ആഗ്രഹിച്ചു പോയി. സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. സ്റ്റാർട്ടർ അല്ല, കോംപ്ലിമെന്ററി സ്റ്റാർട്ടർ. സോ പല ടൈപ്പ് പിക്കിൾസും അതിന്റെ കൂടെ ദേ വന്നിരിക്കുന്ന നോക്ക്. നല്ല കിടിലൻ പല രീതിയിലുള്ള പപ്പടവും. പ്രിയ കണ്ട പ്രിയയുടെ ലോട്ടറി ആണെന്ന്. ഇത് ബീഹാർ, ഇത് നോർത്ത് ഇന്ത്യൻ, ഇത് മാംഗോ, നമ്മുടെ കേരളത്തിലെ പൈനാപ്പിൾ കിച്ചടി പോലെ, പിന്നെ 2 മിൻ ചട്നിയും ഒരു പിക്കിളും. സോ ഫുൾ ഒരു ഇന്ത്യൻ ക്യൂസിനെ റെപ്രസെന്റ് ചെയ്താണ് അവരുടെ സ്റ്റാർട്ടർ തന്നെ വരുന്നത്. ഇത് കോംപ്ലിമെന്ററി ആണ്. അന്തോ ഓർഡർ ചെയ്ത ഡ്രിങ്ക് ആണ് ഇത്. മിക്കവാറും പുളിച്ചുണ്ടല്ലോ മനുഷ്യന്റെ. നോക്കിക്കോ, ആമ്പന്ന. അതെ, അത്രയും ഒരു പുളിയാണ്. കണ്ടിട്ട് തന്നെ എനിക്ക് പുളിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഭാര്യയ്ക്കും ഭർത്താവിനും. അതിന്റെ ഈ ഒരു ഉപ്പിന്ന് കുടിച്ചു നോക്ക്. എന്ത് വേണ്ട? ആർക്ക്? ഭർത്താവിനും ഇഷ്ടപ്പെടും. നിങ്ങൾ മനപ്പൊരുത്തമാണല്ലോ. ആ ഉപ്പതും ഭയങ്കര ഒരു പുളി.
ആ ഞാൻ അതെന്റെ എനിക്ക് മറ്റേതാ ഫുൾ കിട്ടിയത്. ഇതിന്റെ ഇത് ഇവരുടെ ഒരു ചിക്കൻ 65 ആണ്, പക്ഷെ ജാമൂൺ ചിക്കൻ 120 എന്നാ പറയുന്നത്. സോ മുകളിൽ നല്ല ഇടിയം മുളകൊക്കെ ഇട്ട് ലാസ്റ്റ് തൈരിട്ട് ഡീപ് ഫ്രൈഡ് ചിക്കൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇത് ഇവരുടെ സ്ലോ കുക്ക്ഡ് ബീഫാണ്. സ്ലോ കുക്ക്ഡ് ബീഫ്, ദിസ് ലുക്ക് സോ നൈസ്. ആൻഡ് ദെൻ യു ഹാവ് ദിസ് തന്തൂരി ചിക്കൻ. മൈ ഗോഡ്, എന്ത് ഗോർജിയസ് ആണ് നോക്ക്. ഓ ബീഫ് സ്റ്റേക്ക് പോലെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാടൻ ബീഫ് തന്നെ. പക്ഷെ സ്റ്റേക്ക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പോലെ. ആ നല്ല രസമുണ്ട്. ഒരു ചിക്കൻ 65 ഒരു വേർഷനാണ്. ഫ്ലേവർ പിന്നെ നോക്ക്, നല്ല റോസ്റ്റ് ബീഫ് അല്ലേ, ഭയങ്കര ടേസ്റ്റ്. ആ സംഭവം കേട്ടോ ഇത്. വെറുതെ ആംബിയൻസ് മാത്രമല്ല, ഫുഡ് വേറെ ലെവലാ. തന്തൂരി ചിക്കൻ എങ്ങനെ ഉണ്ടാവോ? മേരൻ തന്തൂരി ചിക്കൻ്റെ നല്ല ജഡ്ജാട്ടാ. ബട്ടർ നാൻ കഴിച്ചിട്ട് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാണ് കഴിക്കുന്നത്. ഇവിടെ ഞങ്ങളിത് നല്ല വിന്താലും ഒരു പ്രോൺസിൻ്റെ ഒരു കറിയുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. ഇത് 12 മണിക്കൂർ കുക്ക് ചെയ്ത പോർക്കാണ്. അതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാണ്ടല്ലോ ചൂട് ചോറും ചൂട് പോർക്ക് വെന്താലും. ഓ പ്രോൺസൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കല്ലേ. ഉരുളി പ്ലേറ്റിങ്ങേ ഭയങ്കരമായിട്ടുണ്ട്, കഴിക്കാൻ തോന്നും. ഇതാണ് പ്രോൺസ്. പക്ഷെ റൈസ് അപ്പത്തിന്റെ കൂടെ സൂപ്പർ ആയിരിക്കും ഇത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ബട്ടർ നാന്റെ കൂടെ നല്ലതായിരിക്കും. ഇത് സംഭവമായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഫുഡ്. വാട്ട് എ പ്ലേസ്. എനിക്ക് എന്നെ തന്നെ എന്താ പറയുന്നത്, അഭിമാനിക്കാം ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് ഭക്ഷണം കഴിപ്പിക്കുന്നതിന് എല്ലാരെയും. ഓ പ്രോൺസ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് തന്നെ പറഞ്ഞ ഒരു മാംഗോ റൈസ് ഇല്ല, സ്റ്റിക്കി റൈസ്, ഏകദേശം അതിൻ്റെയൊക്കെ ഫ്ലേവർ പ്രോൺസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ്. പിന്നെ ആനന്ദ കണ്ണുനീരൊക്കെ വരുന്നത് എന്റെ ലിബിനാണ് ഓർഡർ ചെയ്ത പ്രോൺസ്. മതി കഴിഞ്ഞു. ഞാൻ കണ്ട ലിബിനും വടിച്ചെടുക്കുന്ന കണ്ടി ഞാൻ പ്ലേറ്റിൽ നിന്ന് അല്ലേ. അയ്യോ നീ എന്താ ലസ്സി? ആ ഇത് കഴിഞ്ഞിട്ട് ഈ ഗുലാബ് ജാമുൻ വേണം. എന്ത് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിന് നേരെ റൂം നാളെ രാവിലെ വീണ്ടും തുടങ്ങണം. ഇത് തന്നെ ഒൺലി ചേഞ്ച് ഓഫ് ലൊക്കേഷൻ, ആക്ടിവിറ്റീസ് സെയിമാ. ആരും കറക്റ്റ് ആക്കി ഗസ് ചെയ്യുന്നില്ല കേട്ടോ ബിൽ എമൗണ്ട്. എനിക്കൊരു ഇതറിയാം. എത്ര വരും? 7 ആ 5 7ന്റെ ഉള്ളിലോ? ആ അപ്പൊ ഒട്ടുമല്ല, തെറ്റാ. അബൌവ് 7 ആയിരിക്കും. 6.5 to 7.5 ഇടയിലായിരിക്കും. അപ്പൊ 5 ആയില്ലേ? നോക്കട്ടെ. മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഇത് മിക്കവാറും നമ്മുടെ മറ്റേ പണ്ട് സാലറി കിട്ടുമ്പോ ആദ്യത്തെ 5 ദിവസം ഫുൾ പൊളിക്കും, ലാസ്റ്റ് ആവുമ്പോഴേക്കും കന്നിയിലേക്ക് പോകും. ആ ലെവലാവും തോന്നി ഗോവ ട്രിപ്പ് കേട്ടാ. ഞാൻ നോക്കട്ടെ. ഓ കണ്ടാ, ഞാൻ പറഞ്ഞത് തന്നെ 7,500. ആ അപ്പൊ 5,000 നമ്മുടെ ഒരാള്. 7,000. ആദ്യമേ 5,000 പറഞ്ഞ. ആദ്യം പറഞ്ഞത് കൂട്ടുള്ളൂ. എന്നാ കൊടുക്ക, കറക്റ്റായി പറഞ്ഞാൽ കൊടുക്കരുത്. ഞാനാ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളും കുറച്ച് ഡ്രിങ്ക്സും എല്ലാം കൂടെ വന്നപ്പോ 7,500 ആണ് ടോട്ടൽ ബില്ല്. പക്ഷെ ഒരു സംഭവമായിരുന്നു ഇവിടുത്തെ ഫുഡ്. Okay guys, so back to our Airbnb. What an amazing day, amazing foodie day. ശരിക്കും enjoy the good food, good company. And ഈ Airbnb പോയിട്ട് vlog അവസാനിപ്പിക്കാം. നമ്മുടെ Airbnb-ലേക്ക് തണുപ്പുണ്ടോ? ആ പൊളിക്കും തണുപ്പത്ത് ഐസ്ക്രീം. ഓ ഇതാണ്. ഓ കാലൊന്നും കുത്താൻ പറ്റുന്നില്ല കേട്ടാ. ഫുൾ AC, സെൻട്രലൈസ് AC പോലെ ഇപ്പൊ നമ്മുടെ വീട് റൂം. അതിൻ്റെ കൂടെ അതെ ഐസ്ക്രീം ഉണ്ട്. എന്തിനാ ഓഫ് ചെയ്യുന്നേ? ഒരെണ്ണം ഓഫ് ചെയ്യുന്ന. സോ ബാക്ക് ടു അവർ Airbnb ആൻഡ് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത എല്ലാ ഫുഡും നിങ്ങൾ ഗോവയിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ ട്രൈ ചെയ്യാം. ഒന്നും അങ്ങനെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല, പക്ഷേ
കിഡ്ലൻ ആംബിയൻസ് അല്ലെങ്കിൽ കിഡ്ലൻ ഫുഡ് ചിലയിടത്ത് രണ്ടും അടിപൊളിയാണ്. എസ്പെഷ്യലി ദ ജാമുൻ അടിപൊളിയായിരുന്നു. സോ നാളെ ഞാൻ വേറെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് വെരി ടയേർഡ്. ട്രെയിനിൽ ഇറങ്ങി രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ലേ. സോ എന്തായാലും നാളെ വേറൊരു നല്ല വ്ളോഗിൽ കാണാം, നല്ല ഫ്രഷ് ആൻഡ് നല്ല എന്താ പറയുക ജിൽ ജില്ലായിട്ട്. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.